പവിത്രത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന വിഷകന്യകയാണ് വേദ എന്ന് വിക്രം പറയുന്ന കേട്ട് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് വേദ. പിന്നീട് വേദ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് വിക്രത്തിൻ്റെ റൂമിലേക്ക് പോവുക. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വേദയോട് വിക്രം ചോദിക്കുമ്പോഴേക്കും വിഷകന്യകയല്ലേ രക്തം ഊറ്റി കുടിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്കടിക്കുന്നൊക്കെയുണ്ട്. രാവിലെ ആകുമ്പോൾ വിക്രം പുറത്തേക്ക് പോകാനായി വരുന്നുണ്ട്. വേദ അങ്ങോട്ട് വന്നിട്ട് നാരായണൻ സ്വാമിയെ കാണാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് വിക്രത്തെ കളിയാക്കുക. വിക്രത്തിന് നന്നായി ദേഷ്യം പിടിക്കണ കണ്ടിട്ട് നമുക്കൊരു സിനിമ കാണാൻ പോയാലോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. നമുക്ക് പറയാലോ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം കാണാൻ പോയത് മോഹൻലാലിൻ്റെ തുടരും ആണെന്ന് എന്ന് വേദ പറയണ കേട്ട് ഇനിയും ഇത് തുടരുകയാണെങ്കിൽ എൻ്റെ അമ്മയാണ് നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറഞ്ഞ് വേദയെ അടിക്കാനായി കയ്യോങ്ങുന്നുണ്ട് വിക്രം. നിങ്ങളുടെ ഇടിവെട്ട് വണ്ണമുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ പറമ്പ് നിറയെ സ്നേഹക്കൂണുകൾ പൊട്ടിമുളക്കുകയാണെന്നൊക്കെ വിക്രത്തോട് പറഞ്ഞ് തൻ്റെ മനസ്സിലെ പ്രണയം വിക്രത്തെ അറിയിക്കുന്നുണ്ട് വേദ. ഇവരുടെ വഴക്കിനിടയിലാണ് അപ്പുറത്തെ വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന രമ്യ കയ്യിലൊരു പാത്രത്തിൽ പായസവും ഒക്കെ അങ്ങോട്ട് വരുന്നത്. എന്താ രണ്ടുപേരും റൊമാൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എവിടെ നിന്നാണോ റൊമാൻസ് കളിക്കുക, ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനലിൻ്റെ ചർച്ചയിലായിരുന്നു എന്ന് വേദ പറയുന്നുണ്ട്. വിഷകന്യക 2.2 എന്ന ചാനലിൻ്റെ പേര്. ആദ്യം ഇടുന്ന റീലിൻ്റെ പേര് ഇടിവെട്ടി കൂണുപൊട്ടി എന്നൊക്കെ വിക്രമിനെ കളിയാക്കിക്കൊണ്ട് വേദ പിന്നെയും അവളോട് സംസാരിക്കുക. പിന്നെയും പല സ്ഥലങ്ങളിൽ വെച്ച് വിക്രത്തെ കാണുമ്പോൾ രമ്യ വിക്രത്തോട് കൂടുതൽ അടുക്കാനായി ശ്രമിക്കുന്നുണ്ട്. ശ്രീജടത്തിയുടെ കൂടെ വിക്രം നിൽക്കണ സമയത്ത് രമ്യ കൈകൊടുക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നൊക്കെയുണ്ട്. എങ്ങനെയും വിക്രത്തെ തൻ്റെ സൈഡിലാക്കണമെന്ന പ്ലാനുമായി രമ്യയും കൂടെ കൂടിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് സന്ധ്യയാകുമ്പോൾ വേദ വിളക്ക് വെക്കാനായി വരുമ്പോഴേക്കും അത് തട്ടിമറിഞ്ഞു വീഴുക. ഇത് കണ്ട് ആകെ പേടിക്കുന്ന വേദ എന്തോ അപകടം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവൾക്ക്. രാത്രിയാവുമ്പോൾ വിക്രം വരുന്ന വഴിയിൽ രമ്യയെ ആരോ ആക്രമിക്കുന്ന ശബ്ദം കേട്ടാണ് വിക്രം അത് ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ട് വിക്രം അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോഴേക്കും രമ്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവുക. അവിടെ ചെന്ന് തന്നെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഞാൻ അയാളെ റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് വന്ന് പറയുമ്പോൾ മാഷും കമലയും വേദയും എല്ലാവരും കൂടി രമ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ നിർദ്ദേശത്തോടെ ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് എത്തുന്നുണ്ട്. അകത്തുള്ളത് ആരാണെന്ന് അറിയാൻ മാഷും കമലയും വേദയും എല്ലാം ഒരുങ്ങിയിരിക്കുമ്പോഴേക്കും തല താഴ്ത്തിക്കൊണ്ട് വിക്രത്തിനെയാണ് പോലീസുകാർ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരുന്നത്. ഇത് കണ്ട് കമലാമ്മ ആർത്ത് വിളിച്ച് കരയുന്നുണ്ട്. മാഷും വേദയും കമലാമ്മയും എല്ലാം ഇതൊന്നും വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് നിൽക്കുക. വിക്രത്തെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് കണ്ട് അലറി വിളിച്ച് കരയുന്ന കമലാമ്മയെ വേദയും രാധയും കൂടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. വിക്രത്തെ ആരോ ചതിച്ചതാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിച്ച സുധാകരൻ മാഷ് പീഡനക്കേസിലെ പ്രതിയുടെ അച്ഛനായി മാറി എന്ന് കമലാമ്മയോട് പറയുമ്പോഴേക്കും എൻ്റെ മോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് കമലാമ്മ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുമിടയിലാണ് ഞാൻ ഇനിയും എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് മാഷ് വിഷമത്തോടെ പറയുന്നുണ്ട്. പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ വിക്രത്തെ സാബു എസ്ഐയും കൂട്ടരും തല്ലി ചതയ്ക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആയിരിക്കും ഈ ചതിക്ക് പിന്നിലെന്ന് മനസ്സിലാക്കിയ വേദ ശ്രീകാന്തിനെ കാണാനായി സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ദീപ്തി വന്ന് വാതിൽ തുറക്കുമ്പോൾ വേദ അകത്തേക്ക് കയറാതെ ശ്രീയേട്ടനെ വിളിക്കാൻ പറയുക. അവൾ വന്നതറിഞ്ഞ് മുത്തശ്ശിയും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും വേദ അവനെ ദേഷ്യത്തോടെ നോക്കി വിക്രമിനെ ഉപദ്രവിച്ചതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. താനല്ല അത് ചെയ്തതെന്ന് ശ്രീകാന്ത് തർക്കിക്കുന്നുമുണ്ട്. വേദ അത് സമ്മതിക്കാതെ പിന്നെയും വഴക്കടിക്കുക. അങ്ങോട്ട് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ വരുന്നുണ്ട്. വേദ അദ്ദേഹത്തോട് ശ്രീകാന്ത് ചെയ്ത നെറുകിടിനെ പറ്റി പറയണ കേട്ട് അദ്ദേഹം ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട്. താനാണത് ചെയ്തതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? താനല്ല അത് ചെയ്തതെന്ന് ശ്രീകാന്തും സമർത്ഥിക്കുക. അവസാനം തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനായി വേദ തൻ്റെ വക്കീൽ കുപ്പായമിട്ട് പോരാടാൻ തീരുമാനിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ കള്ളക്കേസിൽ കുടുക്കിയ വിക്രത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് വേദ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. നമ്മുടെ ശ്രീകാന്തിൻ്റെയും വിനായകൻ്റെയും രഹസ്യ നീക്കത്തിൽ വിക്രത്തെ തകർക്കാനായി വന്ന വിഷകന്യകയാണ് രമ്യ. അന്നാണ് ശ്രീകാന്തിനെ കാണാൻ പോയപ്പോൾ വിനായകൻ പറയുന്നുണ്ടായിരുന്നു, ജീവൻ എടുക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കൂടെ നിൽക്കാമെന്നൊക്കെ. ഇതെല്ലാം അവരുടെ പ്ലാൻ തന്നെ ആയിരുന്നു. ഇത്തരം സംഭവബഹുലമായ കഥാമുഹൂർത്തങ്ങളിലൂടെ വിക്രത്തിൻ്റെ ജീവിതം തകർക്കാനായി വന്ന വിഷകന്യക മൂലം വിക്രത്തിൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു എപ്പിസോഡാണ് അടുത്തയാഴ്ച കാണുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.